ഹലോ ഫ്രണ്ട്സേ, നമുക്കേ ഇതെന്തുവാണെന്നറിയാമോ? ചക്കക്കുരു. ഇത് ചക്കക്കുരു കൊണ്ട് നമുക്ക് ബജി ഉണ്ടാക്കിയല്ലോ. ബജി പോലെ നമ്മൾ കോളിഫ്ലവർ ബജി കഴിക്കത്തില്ല, അതുപോലെ കണ്ടോണേ. ചക്കക്കുരു കഴുകി കുക്കറിലിട്ട് അത് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയ ചക്കക്കുരു എടുത്ത് കരിത്തൊലി കളയാതെ എടുക്കണേ. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചക്കക്കുരു മിക്സിയിലിട്ട് പൊടിച്ചു. കണ്ട, തരിയൊന്നുമില്ലാതെ പൊടിച്ചെടുത്തു. അതിനകത്ത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയില്ലേ? സവോള ചെറുതായിട്ട് അരിയണം. ഇത് കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഗരം മസാല. ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി. ഇച്ചിരി ഒരു 3-4 പച്ചമുളക് മതി, മുളക് ഒത്തിരി വേണ്ട. കൂടാതെ ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇട്ട് ഇളക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കടലമാവ് പൊടി വേണം. കടലമാവ് ഇട്ടാണ് ഇത് കുഴയ്ക്കുന്നത്. വെള്ളമൊന്നും ഒരുപാട് ചേർക്കണം. ഇത് കണ്ട, കടലമാവും കൂടി ഇട്ട് കുഴച്ച് വെച്ചിരിക്കുക. ഇത് കണ്ട. ഇനി ഇത് കുറേശ്ശെ എണ്ണ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഈ കരിവേപ്പില ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കരിവേപ്പില വറുത്ത് അതിനകത്ത് ഇടുന്നത്. ഇത് കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് ഇടും. നമ്മൾ വട പോലെ ഇടുന്നത്, ചെറിയ ചെറിയ വട പോലെ ഇടുവാണേ. ഉണ്ടോ? കണ്ട, എന്നെ കിടന്ന് മുരിഞ്ഞെടുക്കിട്ട് ഇപ്പം. കണ്ട, കണ്ട, ചെറിയ ചെറിയതുണ്ടോ? ഈ പരുവത്തിലാക്കി നമ്മൾ വട പോലെ ആക്കി ഇടുന്നതാണ് നല്ലത്. വട പോലെ ആക്കി ഇടാമെങ്കിൽ നമുക്ക് നല്ല ഇത് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ഇതുവാ. ചെറിയ ചെറിയ വട പോലെ ആക്കി ഇട്ടാൽ മതി. ഇത് കണ്ട, നമ്മൾ പരിപ്പ് വടയുടെ അതേ സാധനങ്ങളൊക്കെ മതി. പെണ്ണ് ഇച്ചിരി നമ്മൾ മസാല ഇടുന്നത് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ നിങ്ങളിത്. വേണ്ട, മുരിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ പുറത്ത് ഇച്ചിരി കരിവേപ്പില വറുത്തിട്ടതാ. ഇത് കണ്ട, കണ്ട, നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള വട. ഞാൻ വടയായിട്ടാണ് ഉണ്ടാക്കിയ. ബജി ഉണ്ടാക്കാനായിട്ട് ബജി പോലെ ഉണ്ടാക്കാൻ പിച്ചി ഇട്ടാൽ മതി. ഞാൻ പിന്നെ അത് വട പോലെ ആക്കി ഇങ്ങനെ പരത്തി ഇട്ടത്. ഇത് കണ്ട, എന്തോ ടേസ്റ്റാണെന്നറിയാവോ? നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ഇടണേ. ഇത് കണ്ടോ, നമ്മുടെ പ്ലാവിൻ്റെയൊക്കെ വീട്ടിൽ എന്തുമാത്രം ചക്കക്കുരു കിടക്കുന്നു, വെറുതെ പോകുന്നു. ആ ചക്കക്കുരു അതിൻ്റെ തൊലി പോലും, അതിൻ്റെ പുറത്തെ തൊലി മാത്രമേ കളഞ്ഞുള്ളൂ. 10 മിനിറ്റ് പോലും വേണ്ട ഇങ്ങനൊരു വട ഉണ്ടാക്കിയെടുക്കാൻ. ഇത് കണ്ടോ നിങ്ങളൊന്ന് ഒരെണ്ണം കഴിച്ചിട്ട് കാണാം. എന്തോ നഖം കണ്ട, മുരിഞ്ഞു. എന്തോ ടേസ്റ്റാണെന്നറിയില്ല. നിങ്ങളിതിൻ്റെ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇടണം. ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളിതൊന്നും ലൈക്കും എടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇത് കണ്ട,